നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര, പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ വടി കറക്കുക, വടി വീശുക, വടി ചുഴറ്റുക എന്നൊക്കെ പറയുമ്പോൾ പലരും പല സ്ഥലങ്ങളിൽ പല രീതികളിലാണ് പറയുന്നതെങ്കിലും ഇത് എല്ലാം വ്യത്യസ്തങ്ങളാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാനാണ് ആദ്യമായിട്ടുള്ള കാര്യം. അതായത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിഴവുകൾ വരാതിരിക്കും. ആ പിഴവുകൾ വരാതിരിക്കാനാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വടി കറക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ റിവീൽ ചെയ്യാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമ്മൾ ചുഴറ്റുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വാള് ചുഴറ്റുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാള് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ചുഴറ്റുന്നത്. വളരെ വ്യക്തമായിട്ട് പിടികിട്ടുക. വാള് ചുഴറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് കയ്യിലിന് പിടിവിടാതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചുഴറ്റുക എന്ന് പറയുമ്പോൾ അത് കറക്കലല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വടി കറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതായിരിക്കും, നമ്മുടെ ഫിംഗർ വഴിയും അല്ലെ രണ്ട് കൈയിലേക്ക് മാറി ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വടി ചുഴറ്റൽ എന്താണെന്നും വടി കറക്കൽ എന്താണെന്നും വടി വീശൽ അത് വ്യത്യാസമാണ്. വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ് വീശൽ. ഇപ്പം നമ്മൾ പ്രാക്ടിക്കൽ മാർഷൽ ആർട്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വെളിയിൽ ഒരു ഓപ്പൺ ഫൈറ്റിന് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വടി ശരിക്കും നമ്മൾ വീശുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ വടി കറക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സായി കിടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കളരിപ്പയറ്റിൽ. അപ്പം നമ്മുടെ വിചാരത്തിൽ നമ്മൾ ഈ അടിക്കാൻ വരുമ്പോൾ വിരലുകളുടെ കറക്കിലൂടെ നമുക്ക് തടയാമെന്നൊക്കെയാണ് വിചാരം. അതൊന്നും നടക്കുകയില്ല. വടി വീശൽ കൊണ്ട് മാത്രമേ ഒരാൾക്കിട്ട് നമുക്ക് ശരിയായ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചിലതിൽ നമ്മൾ വടിയുടെ നടുക്ക് പിടിച്ചായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, ചിലത് അറ്റത്ത് പിടിച്ചായിരിക്കും. ഇപ്പം നിങ്ങൾ ഈ സിലമ്പാട്ടമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 90% വീശലുകളും എങ്ങനെയായിരിക്കും, വടിയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ടായിരിക്കും, വടിയുടെ തുമ്പത്ത് പിടിച്ചുകൊണ്ടായിരിക്കും വീശുന്നത്. കാരണം അത് വളരെ പ്രാക്ടിക്കലായ കാര്യമാണ്. നമ്മളിവിടെ പലപ്പോഴും എന്താണ്, വടിയുടെ പകുതിയിൽ പിടിച്ചിട്ടായിരിക്കും നമ്മൾ വീശുകയോ കറക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. പ്രാക്ടിക്കലായിട്ടുള്ള മാർഷൽ ആർട്ടിൽ നിങ്ങൾ റോഡിൽ അടി വരുമ്പോൾ ഒരിക്കലും നമ്മൾ ചുഴറ്റരുത് അല്ലെ കറക്കരുത്, വടി വീശണം. വീശി അടിക്കുക എന്നല്ല, നമ്മൾ കാറ്റ് വീശി അടിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്, ആ ഏരിയ കൊണ്ട് പോയി എന്നർത്ഥം. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ചുഴറ്റലെന്നും എന്താണ് വീശലെന്നും ഒക്കെ തന്നെ വിശദമായിട്ട് കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക്. നമ്മൾ വാളിനോട് ഉപമിച്ചുകൊണ്ട് ചെയ്യാം. അതായത് വാൾ എങ്ങനെയാണ് നമ്മൾ ചുഴറ്റുക. ചുഴറ്റുക മീൻസ് ചുറ്റുക എന്ന് തന്നെ അർത്ഥം. ചുഴറ്റുക ഇങ്ങനെയാണ്, കണ്ടോ, നമ്മുടെ ബോഡിയോട് ചേർന്ന് വരണം, ഉണ്ടോ? ഓക്കെ, ഇതാണ് നമ്മൾ ചുഴറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പറയത്തില്ലേ, വാള് കൊണ്ട് വീശുക, വെട്ടി വീശുക മീൻസ്, കണ്ടോ, ഇതാണ് വാള് കൊണ്ട് വെട്ടി വീശുക. അപ്പം വീശൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടിയോ? തീർച്ചയായിട്ടും നമ്മൾ ആഞ്ഞ് വെട്ടുന്നതിനാണ് നമ്മൾ വീശൽ എന്ന് പറയുന്നത്. ഇത് ചുഴറ്റലാണ്. വ്യക്തമായി പിടികിട്ടിയോ? ഇതേ തന്ത്രമാണ് നമ്മൾ വടിയിൽ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വാള് കൊണ്ട് ചുഴറ്റിയത് ഓർമ്മയുണ്ടല്ലോ, ആ ചുഴറ്റൽ എങ്ങനെയാണ് വടിയിൽ ചെയ്യാന്നുള്ളതാണ്. വടി നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സമാന്തരമായിരിക്കണം, വളരെ വ്യക്തമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ചുഴറ്റ്, കണ്ടോ, ചുഴറ്റുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ. ഓക്കെ, അപ്പം അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ, ഇതാണ് ചുഴറ്റ്. ഇത് വശത്ത് നിന്ന് കാണിക്കുമ്പോൾ എങ്ങനെ നോക്കി, ഇതുണ്ടോ, റൈറ്റ്. ഇതിൻ്റെ പേരാണ് ചുഴറ്റുക. ചുഴറ്റുമ്പോൾ സമയത്ത് നമ്മുടെ ഒരു കൈ സ്ട്രോങ് ആയിട്ട് പിടിക്കും, ഒരു കൈ ഇതാ ഇങ്ങനെ പിടിക്കും. വളരെ നോക്കുക, ഒരു കൈ സ്ട്രോങ് ആയിട്ട് പിടിക്കും, ഈ കൈയുടെ മുകളിലായിരിക്കും ഈ കൈ വരിക, എന്നിട്ടായിരിക്കും നമ്മൾ ഇതാണ് ചുഴറ്റൽ പറഞ്ഞത്. അകത്തോട്ട് ചെയ്യാം, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് ചെയ്യാം. വ്യക്തമായി പിടിയിട്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ അകത്തോട്ട് നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ചെയ്യാം. ഇപ്പം ഇത് എവിടെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് വളരെ വിശദമാക്കി നോക്കുക. അപ്പം നമ്മൾ ചുഴറ്റിയത് കണ്ടില്ലേ, ഈ തരത്തിലാണ് ചുഴറ്റൽ വരിക. ഓക്കെ, ഇങ്ങനെയാണ് ചുഴറ്റൽ വരിക. ഈ ചുഴറ്റലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം മിഡിൽ പിടിച്ചാണ് ചുഴറ്റുന്നത്. ചുഴറ്റുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഇങ്ങോട്ട് പോവില്ല. വ്യക്തമായി മനസ്സിലായ? അപ്പം നമ്മൾ തലക്കെട്ടൊന്ന് അടിച്ചു, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഇത് താഴോട്ട് വരില്ല. പക്ഷെ നമ്മൾ ചുഴറ്റുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ ചെയ്താണ് പഠിക്കുന്നത്. ഓക്കെ, പഠിക്കുന്നതെങ്കിലും ഇതിങ്ങനെ ചെയ്ത് നമ്മൾ താഴോട്ട് ഗ്രോവിന് അടിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഗ്രോവിന് അടിക്കുന്നത്. അപ്പോൾ അത് ചുഴറ്റിൽ വരുമ്പോൾ നടക്കില്ല. അവിടെ വീശലാണ് വേണ്ടത്. ക്ലിയറായിട്ട് പഠിച്ചു വെക്കുക, വീശലാണ് വേണ്ടത്. കാണിച്ചു തരാം. ഈ കറക്കുക ചുഴറ്റുക ഏതാണ്ട് സെയിം ആണ്, പക്ഷെ അന്തരാർത്ഥങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വീശി അടിക്കുക, വടി വീശൽ എന്നാണ് പറയുന്നത്. വടി വീശുമ്പോൾ നമ്മൾ എവിടെയാണ് പിടിക്കുക, അടിഭാഗത്തായിരിക്കും പിടിക്കുക. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരെയുള്ള അളവ് നമ്മുടെ ഈ കൈ കവർ ചെയ്ത് നിൽക്കണം. കൈ കവർ ചെയ്ത് നിൽക്കണം. എന്നുവെച്ചാൽ ഇത്രയും നീളമെങ്കിലും കൂടിയിടണം.
എന്നിട്ട് പിടിക്കുകയാണെങ്കിൽ കൃത്യമായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു ഇങ്ങനെ തട്ടേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ നിൽക്കണം. ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കൂടുതൽ നീളം ഉള്ളതുകൊണ്ട് ഭാരക്കൂടുതൽ കിട്ടും, നമുക്ക് നന്നായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എന്നാൽ കറക്കലിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ കറക്കണത്. നോക്കി, ഇങ്ങനെ പിടിച്ചല്ലേ കറക്കണത്, കണ്ടോ? അപ്പം ഇങ്ങനെ പിടിച്ച് കറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് റാക്കറ്റ് കൊള്ളാത്ത രീതിയിൽ നമ്മൾ കറക്കി ശീലിക്കണം. കണ്ടോ? ഇത് കിട്ടിയോ? ഓക്കെ. ഇതിൻ്റെ പലതരത്തിലുള്ള കറക്കുകളുണ്ട്, അത് ഞാനൊന്ന് കാണിച്ചു തരാം, വിശദമായിട്ട് നോക്കുക. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന സിംഗിൾ ഫിംഗർ ടെക്നിക്കാണ്. അതായത് വടി നോക്കുക, ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ ഇതിൻ്റെ ഭാരത്തിൽ വടി ഇങ്ങനെ കറങ്ങുകയാണ്. ഇന്ന് കണ്ടോ? ഇവിടെ കിട്ടിയോ? ഒന്നൂടെ. ഇതൊരു ഭാരമാണ്, 45 ഡിഗ്രി നമ്മൾ പിടിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ തട്ടി വിട്ടാൽ ഇതെന്ത് ചെയ്യണം? ക്ലിയർ, ഇങ്ങനെ തന്നെ വരണം. ഇനി ഇവിടം കൊണ്ട് വടി നമ്മൾ കറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വടി കറങ്ങുമ്പോൾ അത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വന്ന് നിൽക്കും. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കറക്കി ഇവിടെ വന്നിട്ട് നമ്മളങ്ങ് നിന്നു. ഇനി എന്ത് ചെയ്യും? ഇവിടെ കറക്ക് തീർന്നു, പക്ഷേ കറക്കുന്ന നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് കറക്കാം, അല്ലേ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വടി ഇങ്ങനെ കറക്കി വന്നു, ഇവിടം കൊണ്ട് വടി തീർന്നു, ഇവിടുന്ന് ഒന്നുകൂടെ നമുക്ക് കറക്കാം. ഇനി എന്ത് ചെയ്യും? ഇനി ഇത് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെയും കൂടെ കറക്കാം. ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പം എങ്ങനെ കറക്കാം? ഓക്കെ. ഇപ്പം നമ്മളിത് വശങ്ങളിലാണ് കറക്കി, 2 സൈഡിലാണ് കറക്കിയത്. ഇത് ഓർത്ത് വെക്കുക, ഫിംഗർ ടെക്നിക്കാണ്. ഇനി ഇത് വശമായി കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കുന്നത് ആദ്യം നമ്മൾ എടുക്കില്ലേ? അപ്പോൾ അതായത് ഇങ്ങനൊന്ന് കറക്കിയിട്ട് ഇവിടെ കമന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ടൊന്ന് എടുക്കും. അപ്പോൾ അത് നമുക്ക് ഈ വടി അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഭാരം എപ്പോഴും എവിടെ ആയിരിക്കണം? ഭാരം എപ്പോഴും ഈ ഭാഗത്തായിരിക്കണം, എന്നാലേ ഇതിങ്ങനെ കറങ്ങി വരുള്ളൂ. റൈറ്റ്? ഇവിടെ വന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇങ്ങനെ കറക്കാൻ വശമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കറക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു വശം. ഇനി രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് വശം ഉണ്ടെങ്കിൽ നോക്കിയാൽ വടി ഇങ്ങനെ കറക്കി ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇത് കറക്കാൻ പറ്റും. അപ്പോഴാണ് ഇത് ഫാൻ കറങ്ങണ മാതിരി കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങണം. നോക്കി, കണ്ടോ? പിടി കിട്ടിയോ? എന്നിട്ട് നമുക്ക് കറക്കിയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് പറ്റും. ക്ലിയർ? ഇതാദ്യം പഠിക്കുന്നവർ വടി ഇങ്ങനെ പിടിക്കുക, ഇതുണ്ട് ഇതേ രീതിയിൽ. എന്നിട്ട് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിനകത്തൂടെ കറങ്ങി ഇവിടെ വരും. അപ്പം അടുത്തൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്കണ്ടോ? കണ്ടോ? ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ആദ്യം പഠിക്കുന്നവർ ഇങ്ങനെ 45 ഡിഗ്രി പിടിച്ചിട്ട് 1 കറക്കി വിട്ടു, 2 കറക്കി വിട്ടു, 3 കറക്കി വിട്ടു, ക്യാച്ച് ചെയ്തു. ഒന്നൂടെ 1 2 3 ക്യാച്ച്. ക്ലിയർ? ഒന്നൂടെ 1 2 3 ക്യാച്ച്. പിടി കിട്ടിയോ? ഇനിയുള്ളത് 1 2 3 ക്യാച്ച്, then turn. ഒന്നൂടെ 1 2 3 ക്യാച്ച് ആൻഡ് turn. പിടി കിട്ടിയോ? 1 2 3 ക്യാച്ച് ആൻഡ് turn. വീണ്ടും 1 2 3 ക്യാച്ച് ആൻഡ് turn. ഇത് കറക്റ്റ് സ്പീഡായി കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കറക്കെടുക്കാൻ പറ്റും. കേട്ടോ? എന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരുന്ന് പഠിക്കേണ്ട. ഇപ്പം ചെയ്ത അതേ സംഗതി നമ്മൾ മുകളിൽ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ കറക്കിയ അതേ സാധനം എന്ത് ചെയ്യാം? നമുക്ക് മുകളിൽ ചെയ്താൽ ഹെലികോപ്റ്ററിനെയൊക്കെ ഫാൻ പോലെ ഇരിക്കും. എങ്ങനെ? ഇതാ ഇങ്ങനെ. പിടി കിട്ടിയോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വടി ചുഴറ്റുക, വടി കറക്കുക, ഇതെല്ലാം തന്നെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയുള്ളതാണ്. അലങ്കാര പയറ്റുകളിൽ വരുന്നതാണ്. കാണാൻ നല്ല വൃത്തിയുണ്ടാവും. വടി വീശലാണ് അടിക്കാനുള്ള തന്ത്രം. വ്യക്തമായിട്ട് ഓർത്ത് വെച്ചോ. വടി നമ്മൾ വീശി അടിക്കൽ, വടി വീശൽ എന്ന് പറയുന്ന, വീശി അടിക്കൽ എന്ന് പറയുന്നതാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുക.
മറ്റേതെന്താണ്? കറക്കലുകളാണ്. ഇത് മറന്നു പോകരുത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പം ഇതൊന്ന് മെല്ലെ നിങ്ങളുടെ സമയം പോലൊക്കെ പുതിയ ആൾക്കാർ, പഠിച്ചവരല്ല പുതിയ ആൾക്കാർ മെല്ലെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഭാഗമായിട്ട് അത് വീശി നല്ല ഭംഗിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കത് മറക്കാതെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനും പറ്റും. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനും പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.